Guys, full tension का माहौल है. Our flight is tomorrow, and we have no clue how to reach. अच्छा लग रहा है भाई बाल तो मेरे भी अच्छे लग रहे हैं, लेकिन प्रॉब्लम ये नहीं है. प्रॉब्लम ये है दोस्त कि वी हैव टू रीच मुंबई टुमारो, एंड इन दिस फ्लड लाइक सिचुएशन वी आर नॉट एबल टू वेकेट सूरत. सो अभी की सिचुएशन तो हमारी सही, दोपहर का देखना था हमारी हालत. या दोपहर को വി വർ ഹെൽപ്ലെസ്. നമ്മളുടെ 2 കൈയും കാലും വെട്ടിക്കളഞ്ഞ മാതിരിയായിരുന്നു. ബിക്കോസ് വി ഹാഡ് നോ വേ, ബട്ട് വി ഫൗണ്ട് എ വേ, and we'll be connected with you guys. Yeah, हम सब फंस गए हैं guys. We are all stuck. और हम लोग तो आज मूवी देखने का प्लान कर रहे थे, मूवी भी नहीं देखने गए. विजय की मूवी जननायकन. लाइट डायलॉग. I can't do it. He's a poor fellow. He had to book. He had to give extra money to save one international trip. അതൊക്കെ വിട്ട് കുറച്ച് നേരം ഇനി ഇരുന്ന് ചിക്കൻ കഴിക്കാം. Whatever may come, I've decided to vlog whole of this situation, and let's see how it goes. Bye. Good morning guys. Early morning. നമ്മൾ എണീറ്റപ്പോൾ നമുക്ക് മനസ്സിലായി ദാറ്റ് പെന്നെടുത്തു. അമ്മൂൻ്റെ ബാംഗ്ലൂർ പോണ ഫ്ലൈറ്റ് ക്യാൻസലായി. കച്ചറയായി നടക്കുന്നുണ്ട് എല്ലാവരും. 40 minutes വിടണം അമ്മ ഇവിടുന്ന്. Nobody is ready except me. All I want to know is what is wrong with the airlines and everything. Like, why are they cancelling our flights? God only know. But it's not our flight, it's Ammu's flight, so it's cancelled. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. What we have planned is, as of now, is we are going സൂറത്ത് നിന്ന് പൂനെ പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് we are planning to go to Mumbai airport. എത്രത്തോളം സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം മഴ കുറഞ്ഞിട്ടുണ്ട് സൂറത്തിൽ. ബട്ട് ദ റെയിൽവേസ് ഹാവ് നോട്ട് റിസ്യൂംഡ് ദെയർ സർവീസസ്. സോ ദാറ്റ് ഇസ് വൺ ഇഷ്യൂ. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. Alright guys, we are ready. We are ready. Are we ready? No, we are not ready. We are ready. We are not ready. ये लोग रेडी नहीं हुए अभी तक. अम्मू रेडी हो गई है. വീട്ടിൽ ലൈറ്റ് എന്താ ഓൺ ആക്കാത്ത? തരാ മുംബൈ ടു ഹോച്ചിമി സിറ്റി. രാവിലെ 8 മണിയായിട്ട് ഞാൻ റെഡി ആയിരിക്കുക. പക്ഷേ ഈ വീട്ടിൽ വേറെ ആരും റെഡി ആയിട്ടില്ല. Like when I'm traveling, I'm the first one to get ready. Travel ചെയ്യാത്ത സമയത്തൊക്കെ ഞാൻ ലാസ്റ്റാണ്. അവിടെ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തു. അതാ വരുന്നുണ്ട്. ഒരാളും കൂടി വന്നിട്ടുണ്ട് പുറത്ത്. ഹായ് മാം, വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ്? A full time she was like, oh no, I'm going to Malaysia, because she is more excited about going to Malaysia. എല്ലാ പെട്ടി എടുത്ത് വെച്ചിട്ട് ലൈറ്റ് മാത്രമല്ല ഓഫ് ചെയ്യണുള്ളൂ. അവിടെ കുഴപ്പമില്ല, ഞാൻ നോക്കിയായിരുന്നു. അതാ ഇന്നലെ രാത്രി ഒന്നും ഉറക്കമുണ്ടായിരുന്നില്ല ഗൈസ്. ഫുള്ള് രാവിലെ നമ്മൾ നോക്കുമായിരുന്നു. 3 സിറ്റിത്തെ വെതറാണ് ഇപ്പം നമ്മുടെ ഒരു ട്രിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് സൂറത്ത് വിടണം. സൂറത്ത് വിട്ടിട്ട് പൂനെ ടു മുംബൈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പം സൂറത്ത് ടു പൂനെ ടു മുംബൈ. ഇതുവരെയ്ക്കും ഒരു കുഴപ്പമില്ല എന്നാണ് ചേട്ടൻ പറയണത്.
വണ്ടി ഓട്ടിക്കണ ചേട്ടൻ. ഇനി കുഴപ്പമുണ്ടാവില്ല, നമ്മൾ എന്തായാലും എത്തും. ഞങ്ങൾ എന്തായാലും നേരത്തെയാണ് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ പ്രാവശ്യം ഇറങ്ങണക്കാട്ടും കൂടുതൽ നേരത്തെ അച്ഛൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു 12:20 ഫ്ലൈറ്റ് ആണ്. അച്ഛന് ചിലപ്പോൾ ഒരു 11:30 ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഞങ്ങളുടെ ശരിക്കും 15-20 മിനിറ്റ് മതി, അത്ര മതി. പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഇനി ഈ പ്രാവശ്യം എന്തായാലും വെള്ളം എവിടെയെങ്കിലും. അല്ല, സീൻ എന്താ അറിയോ, നമ്മളിപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പിന്നെയും നമ്മൾ ആദ്യമായിട്ടാണ് എല്ലാവരും എല്ലാവരും അല്ല, ഞാനും അമ്മും ആദ്യമായിട്ട് പുറത്തു പോകണം. അമ്മ പിന്നെ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, അച്ഛൻ പിന്നെ അതിനെക്കാട്ടും കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ കനോട്ട് റിസ്ക് ഇറ്റ് ഫോർ അസ് അറ്റ്ലീസ്റ്റ്, അല്ലേ? അതെ അതെ. അല്ല, മഴയായതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഴയായതുകൊണ്ട് നമുക്ക് ആവുന്നതും നേരത്തെ ഇറങ്ങാം, അതായിരിക്കും നല്ലത്. പിന്നെ അവിടെ പോയി ഇരുന്നാലും കുഴപ്പമില്ല. നമ്മൾ ഫൈനലി സൂറത്ത് എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. എയർപോർട്ട് എത്തി അച്ഛാ. മുംബൈ എയർപോർട്ട് എത്തിയതിനു ശേഷം പറഞ്ഞാൽ മതി കാര്യങ്ങൾ. അത് ശരിയാ, മുംബൈ എയർപോർട്ട് എത്തണം. നമുക്കിപ്പോൾ അതാണ് ഒരേ ലക്ഷ്യമുള്ളൂ. യു ഹാവ് ടു റീച്ച് മുംബൈ എയർപോർട്ട്. എങ്ങനെയെങ്കിലും എത്തും. ഇവിടെ മഴയൊന്നുമില്ല, ഇപ്പോൾ ശരിയായി. കുറേ വീഡിയോസിൽ കാണണ്ടായിരുന്നു ഇന്നലെ ഈ സൂറത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് പൂരാ ഭരാ ഹുവാ ഹൈ, റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നില്ല. ബട്ട് അങ്ങനത്തെ സിറ്റുവേഷനൊന്നും നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ല. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഇന്നലെ രാത്രി തൊട്ട് മഴ പെയ്തിട്ടില്ല. കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ്, നല്ല കാറ്റുള്ളതുകൊണ്ട് മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. ഇനിയിപ്പോൾ നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി. എയർപോർട്ട് എത്തി ഗൈസ്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? എത്തി കഴിഞ്ഞിട്ട് ഡിജി യാത്ര വർക്ക് ചെയ്തില്ല. ഡിജി യാത്ര വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ലൈനിൽ നിൽക്കേണ്ടി വന്നു. അമ്മ വന്നിട്ടില്ല, അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യാം. വരൂ. സോ ഗൈസ്, ന്യൂ റൂൾസ് അനുസരിച്ചിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ നമ്മൾ ബ്ലോഗ് എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ പുറത്താണ് എടുക്കുന്നത്. സോ ലൈക്ക് ഈവൻ ഇഫ് യു ആർ ട്രാവലിംഗ് എനിവെയർ, പ്ലീസ് മേക്ക് ഷുവർ ഫോർ ദ സെക്യൂരിറ്റി ഡു നോട്ട് ടേക്ക് എനി വീഡിയോസ് നിയർ സെക്യൂരിറ്റി ചെക്കിങ്. സോ ഗൈസ്, വി ഹാവ് കംപ്ലീറ്റഡ് സെക്യൂരിറ്റി ചെക്ക്. നമ്മളിപ്പോൾ ഗേറ്റിലേക്ക് പോവാം. ഇതുവരെയ്ക്കും മഴയൊന്നുമില്ല, ലെമോ. ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ തന്നെയാണ് പോണത്, അച്ഛൻ കഴിഞ്ഞിട്ട്. റിട്ടയേർഡ്. യൂഷ്വലി തിരക്കുണ്ടാവാറുണ്ട്, നല്ല തിരക്കുണ്ടാവാറുണ്ട് എയർപോർട്ട്. പക്ഷേ ഇന്ന് തിരക്ക് കുറവാണ്, വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി അല്ല, വളരെ കുറവാണ്. മഴ എല്ലാവരും ഒന്ന് ഇളക്കി വിട്ടു. മഴ ശരിക്കും അതെ പേടിപ്പിച്ചിട്ട് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ഡ്രൈവറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവരതന്നെ പറയണ്ടായിരുന്നു, ലൈക്ക് 30,000 രൂപ കൊടുത്തിട്ടും കൂടെ ആൾക്കാർ പോകാൻ ടാക്സി വിളിച്ചിട്ട് പോകാൻ തയ്യാറായിരിക്കുക. അല്ല, കാരണം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൈ റോഡും ഇല്ല. സ്റ്റേറ്റൊക്കെ ഇൻറ്റർസിറ്റി സ്റ്റേറ്റൊക്കെ റോഡൊക്കെ ഇത് ക്യാൻസൽ ചെയ്തിരിക്കുക, ബന്ദ് ചെയ്തിരിക്കുക, ഹൈവേ ബന്ദ് ചെയ്തിരിക്കുക. എന്ത് കേൾക്കണില്ല? ചാർജ് അതെ, തിന്നുകൊണ്ട് പോകണം, അതാണ്. ഓ, ഡേവിഡ് ഓഫിൻ്റെ കോഫി ഉണ്ട് അവരുടെ അടുത്ത്. കോഫി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയും കിടന്ന് കോഫി ഒരേ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അവൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കോഫി കിട്ടിയാൽ മതി, ഇല്ലെങ്കിൽ തലവേദനിക്കാൻ തുടങ്ങും. അതെ, എൻ്റെ മാത്രമല്ല, ഇവരൊക്കെ തലയും വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ട്രിപ്പ് നല്ല ഭംഗിയായിട്ട് പോകണമെങ്കിൽ പോക്കി സ്റ്റിക്സ് കിട്ടും. പക്ഷെ ഇതൊന്നും ഇപ്പോൾ നമ്മളിവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഫോണെടുത്തെല്ലാം കിട്ടും. ആളില്ല, കാരണം ഇവിടെ ഫ്രീ ആണ്, എടുത്തോളൂ. 400 രൂപയുടെ കോൾഡ് കോഫി. അമ്മു കുടിക്കണോ നിനക്ക്? അമ്മു കുടിക്കണോ? ശരിയായിട്ട് ഞാൻ ചോദിക്കണം, ഈ 400 രൂപയ്ക്കൊക്കെ കോൾഡ് കോഫി എന്തിനാണ് ആൾക്കാർ കുടിക്കണത്? PTs. അവർക്ക് ഇവിടുത്തെ ഇത് കൊടുക്കണ്ടോ? ഇത് റെൻ്റാണെങ്കിലും ദൈവമായി ഇത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ പൈസ കൊടുക്കണം.
നമ്മളിവിടെ തിന്നാൻ പൈസ കൊടുക്കണം, നമ്മളിവിടെ വെള്ളം കുടിക്കണ വെള്ളം. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ബാത്റൂം യൂസ് ചെയ്യാനും കൂടി നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നണം. വെരി എക്സ്പെൻസീവ്. എത്രയും ആൾക്കാർ ട്രാവൽ, പക്ഷേ എന്നിട്ടും കൂടെ തിരക്കിന് ഒരു കുറവുമില്ല കേട്ടോ. എപ്പോഴും അതെ, ഫ്ലൈറ്റ് തിരക്കിന് ഒരു കുറവും ഉണ്ടാവാറില്ല. അല്ല ഈ 400 രൂപയുടെ കോഫി കുടിക്കണമെങ്കിൽ Actually, comparatively, Surat airport is less. If you go to other airports like A-class cities, Mumbai, Hyderabad, Bangalore, Chennai. അവിടെ വില കൂടുതലാ. അവിടെ ഒരു വടപ്പാവിന് 200 രൂപയാണ്. മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, ഞാൻ ഒരിക്കൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലി കഴിച്ചു. Once in a while chalega. അല്ല, മനസ്സിലും വയൽ ഓക്കെ, പക്ഷെ നമ്മൾ അല്ല, പക്ഷെ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴേ Okay, there's no launch. ലോഞ്ച് ആക്സസ് ഇല്ല. വരും, സൂൺ തന്നെ വരും. ഇത്രയും കുറേ ഇത്രയൊക്കെ ഷോപ്പുകളൊക്കെ വന്ന സ്ഥിതിക്ക് ലോഞ്ച് വരും. Oh, she has got Magnus card, access card. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അമ്മു എനിക്ക് കാര്യമായിട്ടൊരു കാര്യം അറിയണം നിങ്ങളുടെ അടുത്തുനിന്ന്. കമൻറ്റ് ബിലോ എൻ്റെ മുടി കളർ ചെയ്തത് എങ്ങനെയുണ്ട്? പക്ഷേ ഒരു മിനിറ്റ് പിടിക്ക്. ഒരാൾ തുപ്പിയ മാതിരി ഉണ്ട്. ആരും തുപ്പിയ, ഇവള് പറയുന്നു ഞാൻ എൻ്റെ മുടിയിൽ ആരും തുപ്പിയ മാതിരി ഉണ്ട് എന്ന്. അമ്മ പറയുന്നു മുഖത്തേക്ക് നല്ലോണം എടുത്ത് കാണും. ഫേസ് ഒന്നും കൂടെ എന്താ ഫീച്ചേഴ്സൊക്കെ നന്നായി കാണുന്നുണ്ട്, നന്നായി വെളുത്ത് നല്ല കളറും കാണുന്നുണ്ട്, നന്നായി ചേരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മോക്ക് ചോറിയുമോ ഏത് ബീപ്പ് അല്ല, ഈ റെഡ് അലേർട്ട് കൊടുത്തപ്പോഴന്നെ എനിക്ക് മനസ്സിലായില്ല. സ്കൂളിന് ലീവ് കൊടുത്തിട്ടേ അപ്പോഴന്നെ എനിക്ക് മനസ്സിലായി ഇത് നാളെ ആകുമ്പോഴേക്കും ഖാലിയാവുമെന്ന്. കാരണം അത് എപ്പോഴും ഉള്ളതാണ്. 2 ദിവസം, ഒരു ദിവസത്തേക്കാണെങ്കിൽ നല്ല മഴയുള്ള ദിവസം ലീവ് കൊടുക്കില്ല കേട്ടോ. പിന്നെ അവർക്ക് മനസ്സിലാവില്ലേ നാളെ എന്തായാലും വരാൻ പറ്റില്ല, ആൾക്കാർക്ക് വരാൻ പറ്റില്ല, ഇന്ന് കുട്ടികൾക്കൊക്കെ ബസ്സിലൊക്കെ ഭയങ്കര ട്രാവൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അവർ റെഡ് അലേർട്ടായിട്ട് സ്കൂളൊക്കെ ക്ലോസ് ചെയ്യും. തീരുമാനം ഇന്ന് മഴയില്ല, ഇനിയിപ്പോൾ കുട്ടികൾക്ക് കളിക്കാം. അല്ല, മഴ ഉണ്ടായിട്ടും പിള്ളേർ കളിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അവർക്ക് കളിക്കുന്നതിന് കുഴപ്പമൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ഫൈനലി വി ആർ ബോർഡിംഗ്. Yeah, one step away. No, one step. We have taken another step. One step. Huh? We have completed one step. Yeah, level So 1. there are two more steps. Level 1 completed. Yeah, level 2. Level 1 is completed. So level 1 is boarding the flight. Level 2 will be taking off of the flight. Level 2 is മുംബൈ. Pune to Mumbai. No, for me it's like that. Every level matters. Anyways, guys, വണ്ടി കയറി ഇനി നമ്മൾ ഓക്കെ ബൈ. ജസ്റ്റ് ഫോർ ദ റെക്കോർഡ്, നമ്മൾ ബോംബെ എത്തിയിരിക്കുകയാണ്. അയ്യോ, ബോംബെ അല്ല, സോറി, പൂനെ എത്തി. അതിന്ന് നമ്മളിപ്പോൾ ബൈ റോഡാണ് മുംബൈ പോണത്. പക്ഷേ പുറത്ത് കണ്ടോ ഗൈസ്? ഹായ്. പോണ വഴി അതെ, മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനിയൊരു 2.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. ഇനിയും എത്തും അല്ലേ അച്ഛാ? പിന്നെന്താ, ഓക്കെ. മഴ കാരണം വലിയൊരു പ്രശ്നമായിരിക്കും. മഴ ഇവിടെയും നല്ല മഴയുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ചേട്ടൻ കൊള്ളാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാണ്, അതനുസരിച്ചിട്ടുള്ള സ്പീഡ്. ഓക്കെ, ഇത് വീഡിയോ എടുക്കേണ്ട അവസ്ഥയിലൊന്നും അല്ല. കാരണം നമ്മൾ പോണത് 1 സ്പീഡിലാണ്, നമ്മൾ പറക്കണില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും കണ്ടു. ഇതൊക്കെ ഫുൾ റോഡിലാണ്. ശരി, ഓക്കെ. അച്ഛന് ചെറുതായിട്ട് ടെൻഷനായിട്ട് അച്ഛൻ്റെ സൈഡിൽ ബ്രേക്ക് അമത്തുണ്ടായിരുന്നു.
ചോട്ട വാട്ടർഫോൾസ് ഉണ്ട്. ചോട്ട മിസ്സിംഗ് ലിങ്ക് അല്ലേ? हाँ यही सनसेट जो हुआ था इसके आगे जो पुल बनाया ना बीच में वहीं पर ही हुआ। അതെ 10 കിലോമീറ്ററിന്റെ ടണലല്ലേ? 10 കിലോമീറ്റർ ഇങ്ങനെ തന്നെ. चलिए लोनावाला में कैसे पूरे ट्रक जाते हैं वहाँ पर ट्रैफिक होता है टर्निंग के मोड़ पे और जो प्राइवेट गाड़ियाँ रहती है ना वो डरते भी वहाँ पर चलाने में। सही बात तो आता नहीं है लॉरी के वजह से। तो ये खुलने के बाद से बहुत अच्छा होगा बहुत सारा होगा। നമ്മൾ ഈ ടണൽ എക്സിറ്റ് ചെയ്യാൻ പോവാ. എക്സിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. नहीं यहाँ पर गिरा था। अरे केबल से ഇതാണ് മിസ്സിംഗ് ലിങ്ക്. ഇതായിരുന്നു മിസ്സായിണ്ടായിരുന്നു അത്രയും കാലമായിട്ട്. अभी भी बहुत काम बाकी है रोज काम चल रहा है। वहीं तक खत्म है या फिर वो भी है? कौन सा टनल ये भी है। അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ടണൽ 10 കിലോമീറ്ററിൻ്റെ ആയിരുന്നു. പിന്നെ ആ കേബിൾ കണ്ടത് അതായിരുന്നു കണക്റ്റിംഗ് ലിങ്ക് അല്ല മിസ്സിംഗ് ലിങ്ക് അല്ലേ? മിസ്സിംഗ് ലിങ്ക്. സോ ഇറ്റ് ഹാസ് ഓൾമോസ്റ്റ് റിഡ്യൂസ്ഡ് 1.5 to 2 hours between Mumbai to Pune അല്ലേ? മുംബൈ ടു Pune to Mumbai. It's amazing. The timing reduced by 1.5 hours. Yeah. Because of this. Yeah. It's crazy. 10 മിനിറ്റിൽ നമ്മളത് കവർ ചെയ്തു. 10 മിനിറ്റ് അല്ല, 10 കിലോമീറ്റർ നമ്മൾ 2 മിനിറ്റ് മാക്സിമം 2.5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ടു കവർ ആ 10 കിലോമീറ്റർ. ഇറ്റ്സ് ഇൻസെയിൻലി ക്രേസി. കണ്ടു. തിന്നാൻ മാത്രം ഒന്നും കുറവില്ല. നമ്മൾ ലോനാവലയിലെ ഹോൾട്ടാണ് ഗൈസ്, ഫുഡ് കോർട്ടില്. ലോനാവലയിലെ ഹോൾട്ടാണ്. ഇനി നമ്മൾ കുറച്ച് എന്തെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ കഴിച്ചിട്ടൊക്കെ പോകണുള്ളൂ. ലെറ്റ്സ് ഗോ. നമ്മൾ ശ്രീദത്തിലാണ് പോകണം അല്ലേ? ശ്രീദത്ത് അതാ ശ്രീദത്ത് അവിടെ ഉണ്ട്, കാണിച്ചു തരാം. അതാണ് ശ്രീദത്ത് സ്നാക്സ്. ഒന്നും വേണ്ട. അയ്യോ, നമ്മള് വട കഴിച്ചിട്ട് പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു വട? സാബുദാന വട അടിപൊളി. അടിപൊളിയല്ലേ? ബജി നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അയ്യോ, ചേട്ടന് വെള്ളം വേണമെങ്കിൽ നിറയ്ക്കാമല്ലോ. ഇറ്റ്സ് ടു ഗുഡ്. വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് വ്യൂ. ഇറ്റ്സ് എ വെരി ഫേമസ് ഫുഡ് കോർട്ട് ഇറ്റ് സീംസ്. ലോനാവല വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കാറുണ്ട്. എക്സ്പീരിയൻസ് അടിപൊളി. ഭജിയ കഴിച്ചു അല്ലേ ഗൈസ്? ഭജിയ എങ്ങനെ ഉണ്ടായിരുന്നു? കൊത്തമ്പരി വട was super. കൊത്തമ്പരി വടി കുറച്ച് കരിച്ചു അവര്. Karicho, but I don't know, like, but otherwise also it was good. No, otherwise also it was good. Yeah, very soft. Okay. Now we are going to airport.